കൺസ്യൂമർ സൊല്യൂഷൻസ് നിങ്ങളുടെ സ്വന്തം ജസീന മിസ് ആണ്. എൻ്റെ മക്കളെ, ഈ ഒരു തമ്പ് കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ മക്കളൊക്കെ ഈ വീഡിയോയുടെ മുന്നിൽ സ്റ്റെക്കായി നിൽക്കുന്നതെന്ന് മിസ്സിന് അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട് അതങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 25-ൽ കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, അത് മിസ് ഗ്യാരണ്ടി കേട്ടോ. അപ്പം നമുക്ക് അധികം ലാഗ് ആക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം നോക്കിക്കോ. ഈ ട്രെയിൻ യാത്ര के अनुभव बताते हुए मित्र के नाम पुरुष पात्र का पत्र तैयार करें. എന്താ പറയുന്നത്? ക്യാരക്ടർ, അതായത് പുരുഷപാത്രം, നമ്മുടെ ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള പുരുഷപാത്രം എന്ത് ചെയ്യാണ്? ട്രെയിൻ അനുഭവം നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാണ്. ആ ഒരു ലെറ്റർ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ലെറ്റർ ആദ്യം നമ്മുടെ അതിൻ്റെ ഫോർമാറ്റ് സെറ്റ് ആക്കണം, ബോക്സ് വരയ്ക്കുക. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അറിയാത്തവർക്ക് ഫോർമാറ്റിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്, മിസ് ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. സോ അതൊന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം ബോക്സ് വരയ്ക്കുന്നു. സ്ഥാൻ താരീഖ് പ്രിയ മിത്ര. നോക്കിക്കോ, തും കെസേ ഹോ? സുഖാണോ? मैं यहाँ कुशल से हूँ. ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. एक बात बताने के लिए मैं ये पत्र लिखता हूँ. അല്ലേ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. बात ये है कि होशियारपुर से शादी का बुलावा आया था. ഹോഷിയാർപൂരിൽ നിന്നും എന്താണ്? കല്യാണത്തിന് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. हमने सब परिवार जाने का निश्चय किया. ഞങ്ങൾ കുടുംബസമേതം പോവാൻ തീരുമാനിച്ചു. इस बार एसी कोच के बजाय जनरल कोच से जाने का निश्चय किया. പ്രാവശ്യം എന്താണ്? ജനറൽ കോച്ചിലാണ് പോവാൻ തീരുമാനിച്ചത്. തബി ഏക യുവതി ഷോൾ ബേച്ചനെ ആയി. ആ സമയത്ത് എന്താണ്? ഒരു യുവതി ഷോൾ വിൽക്കാൻ വേണ്ടി വന്നു. പത്നി और उसके बीच मोल भाव हुए. बहुत तोल मोल के बाद अंत में 150 पीस पर പഹൂഞ്ച. അവസാനം ബാർഗൻ ചെയ്ത് ഒരു 150ലേക്ക് അത് എത്തിച്ചു. ഉസ് ലड़की को देखकर मुझे अपने पिताजी याद आ गए. ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. वे भी ऐसे ही ट्रेन में सामान बेचते थे. എൻ്റെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായിരുന്നു. घर में सबको मेरा प्रणाम. വീട്ടിലെ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. വാപ്പസ് ഈ പത്രയ്ക്ക് इंतजार में ഫ്രം അഡ്രസ് ടു അഡ്രസ്. അപ്പം നിങ്ങൾ ഈ സേവാമം എഴുതുമ്പോൾ അത് ബോക്സിൽ തന്നെ എഴുതാം. ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഒക്കെ അടുത്തത് പുരുഷ കഥാപാത്രത്തിന്റെ ഡയറി ലെറ്റർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നോക്കിക്കോ, ആദ്യം ഒരു ബോക്സ് വരയ്ക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഡേറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ താരീഖ് എന്ന് എഴുതി വെക്കും. आज का दिन मेरे लिए एक भावनात्मक अनुभव था. रेलगाड़ी में सब परिवार होते. यात्रा के बीच में मुझे अपना पिता की याद आई. അല്ലെ, കുടുംബസമേതം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് എന്താണ്? എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. मेरे पिता भी रेलगाड़ी में सामान बेच जब धक्के हारे घर आते. എൻ്റെ അച്ഛൻ ട്രെയിനിൽ സാധനങ്ങളൊക്കെ വിറ്റിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് तो उनकी आंखों में भी वही नमी थी. അച്ഛൻ്റെ കണ്ണിലൊരു നനവുണ്ടായിരുന്നു. जो उस युवती की आंखों में थी. ഇന്ന് ആ സ്ത്രീയുടെ കണ്ണിലുണ്ടായിരുന്ന അതേ നനവ് അച്ഛനിലും ഞാൻ കണ്ടിട്ടുണ്ട്. വേ ബി ആറാം ബിന കാം കർക്കെ. അവര് റെസ്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യാണ്? പരിവാർ കേലിയെ, കുടുംബത്തിന് വേണ്ടിയിട്ട് ആ ജീവിക കമാത്തേത്തെ, അവരെന്ത് ചെയ്യാണ്? കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുകയാണ്, അവർ ഹാർഡ് വർക്ക് ചെയ്യാണ്. ഗരീബി മേ ബി ജീവൻ കെ മൂല്യവും ഓർ തത്വം കോ വേ ഹമേ സിഖാത്തേത്തെ. ദാരിദ്ര്യത്തിൽ എന്താണ്? ജീവിതത്തിന്റെ മൂല്യങ്ങളും അതുപോലെ അതിന്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചറിയും. ത്യാഗ് ദയാ ധാൻ ആദി മാനവീയ മൂല്യം से वे हमें संपन्न बना दिया. आज भी जीवन में आगे बढ़ने के लिए वे सदा प्रेरित करते हैं. അപ്പോൾ എന്താണ്? നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേ കാരണങ്ങൾ നമുക്ക് ഉണ്ടാവൂലേ? യെസ്. അപ്പം ഇതാണ് എന്താ നമ്മുടെ പുരുഷ കഥാപാത്രത്തിന്റെ ഡയറി എന്ന് പറയുന്നത്. ഈ ഡയറിയും ലെറ്ററും മറന്നു പോകരുത്. അടുത്തത് പ്രധാനപ്പെട്ട ഹൈക്കു ആണിത്. സൂഖായ ഭാട്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. ഇത് നമ്മളോട് ചോദിക്കും ആരുടേതാണ്? സുരംഗമ യാദവിൻ്റെ ആണ്. അസമാനത. ഓക്കെ, അപ്പം എന്താ? സാമാജിക അസമാനതയാണ്. നമ്മളോട് ഭാവാർത്ഥ ചോദിക്കും. അപ്പം നമ്മൾ എങ്ങനെ എഴുതാ? നോക്കിക്കോ. സാമാജിക് ജാഗരൂകത കാ നിർവാഹ കർത്തേ ഹുയേ അമീരി ഗരീബി കി ഘായി കോ മിഠാനാ ഹേ. അപ്പം അതായത് നമ്മുടെ ഈ സമൂഹത്തിലെ പാവപ്പെട്ടവര്, പണക്കാര്, ഇവർ തമ്മിലുള്ള അന്തരവും അതുപോലെ എന്താ? ഗരീബി എപ്പോഴും എന്താണ്? ബുദ്ധിമുട്ടിലാണ്. സാഹബ് എപ്പോഴും എന്താണ്? സേഫ് ആണ്. ഈ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, യെസ്. ദെൻ അടുത്തൊരു ചോദ്യം പട്കഥയാണ്. നമ്മുടെ റെയിൻ ബസേരമേയിൽ നമ്മുടെ ചോട്ടുവും പാഖലാദ്വിയും അതുപോലെ ലേഖകനും തമ്മിലുള്ള സിറ്റുവേഷൻ ഇല്ലേടാ? ബാഗിൽ നിന്നും സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇടുന്ന സിറ്റുവേഷൻ ഇല്ലേ? യെസ്, അതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പട്കഥ ചോദിക്കും, അല്ലെങ്കിൽ ബാത്ചീത്, അതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. യെസ്, നോക്കിക്കോ. ദൃശ്യ ഏക്ക് എന്ന് എഴുതുന്നു. സ്ഥാൻ പഖാടി ഘാവുക മന്ദിർ, അല്ലെങ്കിൽ നിങ്ങൾ മന്ദിർ എന്ന് മാത്രം എഴുതിയാൽ മതി, കുഴപ്പമില്ല. ദെൻ സമയ സുബഹ് 10 ബജെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പാത്ര ആരൊക്കെയാണ്? ലേഖകുണ്ട്,
ചോട്ടും ഉണ്ട്, പാഗലാദ്മി അവരുടെ വയസ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡ്രസ്സിങ്ങും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇതാണ് പട്കഥയുടെ സ്റ്റാർട്ടിങ്. നിങ്ങൾ ഫോർമാറ്റ് അറിയാത്തവർ ഫോർമാറ്റിന്റെ വീഡിയോ ഇവിടെ ഉണ്ട്. വീണ്ടും നിങ്ങൾ വീണ്ടും മിസ് പറയാണ്, അത് നിങ്ങൾ പോയിട്ട് കാണാം. ഓക്കെ, then നോക്കിക്കോളൂ. പാഗലാദ്മി കോൺ ഹോ തും ലോഗ് യഹാ കേസെ ഗസായ, എന്താണ് നിങ്ങളൊക്കെ ആരാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കയറിയത്? ലേഖകർ ജിനോനെ യഹ് മന്ദിർ ബൻവായാ ഹേ ഉനോനെ ഹമേ യഹാം ടെഹ്റായ ഹേ, ആരാണോ ഇവിടെ ഇത് മന്ദിരം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങൾ ഇതിൽ കയറ്റിയത്. പാഗലാദ്മി ചോട്ടു കി ഓർമുട, ചോട്ടുവിന് നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് പേര്? ചോട്ടും മുझे അംഗ്രേസി നെഹി ആത്തി, എനിക്ക് എന്തറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പാഗലാദ്മി ലേഖക കി ഓർമുട തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ലേഖക മേ ശിക്ഷക് ഥാ, ഞാൻ എന്താണ് ഒരു ടീച്ചറാണ്. ബച്ചോക്കോ പഠാത്താ ഥാ, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാഗലാദ്മി ഹാ ठीक है. then लेखक अब रिटायर हो गया हूँ, ഇപ്പൊ ഞാൻ റിട്ടയർ ആയിട്ടുണ്ട്. പാഗലാദ്മി ठीक है. ബാത്ചീത പട്കഥ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അടുത്തത് ലേഖകന്റെ ആ ദിവസത്തെ ഡയറിയാണ് അല്ലെ. പത്തോട ഗ്രാമത്തിലെ അനുഭവങ്ങൾ വെച്ച് ലേഖകന്റെ ഡയറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പഠിക്കാതെ പോകരുത്. ആദ്യം ബോക്സ് വരച്ചു, ഡേറ്റ് കൊടുത്തു. आज का दिन कुछ खास था. നർമ്മദാ യാത്രാ കെ ദൗറാൻ ആജ് ഹം പത്തോട ഗാവ് പഹുഞ്ചെ, ഞങ്ങൾ നർമ്മദാ യാത്രക്കിടയിൽ നിന്ന് പത്തോട ഗ്രാമത്തിലെത്തി. ഖരാബ് മൗസം കെ കാരൻ വഹാം ഏക് മന്ദിർ മേ രഹ്നാ പടാ, കാലാവസ്ഥ മോശമായതിനാൽ അവിടെ ഒരു മന്ദിരത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. രാത് കോ ജബ് ഉഠാ തോ मैंने देखा कि एक पागल आदमी मेरे पैरों के नीचे घुड़ीमुड़ी पड़ा था. രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ സമയത്ത് ഒരു പാഗലാദ്മി നമ്മുടെ കാലിന്റെ അടുത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ ചുരുണ്ടുമുടി കിടക്കുന്നുണ്ട്. थोड़ी देर बाद वह उठकर मेरी पेटी खोलकर सारा सामान उठाकर फेंकने लगा. वह हमें मार भी सकता था. എന്താണ്, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണ്. उसके पूछने पर जब मैंने कहा कि मैं एक अध्यापक हूँ, എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്താ, ഞാനൊരു ടീച്ചറാണെന്ന്. ഏകാക് ഉസ്കാ വിക്രാൽ രൂപ് ബദൽ കെ, അപ്പോഴേക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആ ഒരു രൂപമൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആയി. उसने मेरे पैर दबाना शुरू किया और हाथों में 20 पैसे का सिक्का रख कर चला गया. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ കാലൊക്കെ ഇങ്ങനെ തടവി എൻ്റെ കയ്യിൽ ഒരു 20 പൈസയുടെ നാണയം വെച്ചിട്ട് പോയി. जाते वक्त जब उससे मिला तो उसने घुटनों के बल पर बैठकर मेरे पैर छुआ और कहा गुरुदेव शर्मिंदा हूं. उसके चेहरे पर पश्चाताप था. എന്ത് ചെയ്തു, രാവിലെ എന്നോട് വന്ന് മാപ്പൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു പശ്ചാത്താപം എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. उस रात गुरु के रूप में मुझे जो सम्मान मिला जीवन का सर्वश्रेष्ठ सम्मान मानता हूं. ईश्वर उसकी रक्षा करे. പഠിച്ചു വെച്ചേക്കണേ, പഠിക്കാതെ പോകരുത്. ഓക്കെ, ദെൻ അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദിക്കുന്ന കവിത ഏതാണ്? നമുക്ക് ചോദിക്കുന്ന കവിത എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവിതയെ നമുക്ക് പഠിക്കാണല്ലോ അല്ലേ. യെസ്, എന്താണ്? മെരി ദുനിയാക്കെ തമാം ബച്ചയിൽ നിന്നായിരിക്കും നമുക്ക് കവിതയുടെ ആശയം ഉണ്ടാവുക. സിമ്പിളായിട്ട് നമുക്ക് ആ കവിതയുടെ ആശയം പഠിക്കാതെ പോവരുത് കേട്ടോ. മെരി ദുനിയാക്കെ തമാം ബച്ചെ ഹിന്ദി സാഹിത്യക്കെ മഷൂർ കവി അദ്നാൻ കഫീൽ की एक अतुल्य कविता है. ആരാണ്? അദ്നാൻ കഫീലാണ് എഴുതിയത്. यह कविता एक सुंदर कल्पना को दर्शाती है देन जिसमें कवि आने वाली नई पीढ़ी की सोच और उनके सपनों को दिखाता है. ഈ ഒരു കവിതയിൽ ഒരു പ്രത്യാശ അല്ലെ, അതായത് വരും തലമുറയുടെ സ്വപ്നങ്ങളും അവരുടെ ചിന്തകളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. കവിതാമേ കവി കഹ്താ ഹേ കി, കവിതയിൽ കവി പറയുന്നുണ്ട് ഏക് ദിൻ ബച്ചെ ഏക് സാത്ത് ഖേലേംഗെ, ഒരു ദിവസം എന്ത് ചെയ്യും, കുട്ടികൾ ഒരുമിച്ച് കളിക്കും. ദെൻ വെ സാഫ് സുതരി ദീവാരോं पर പെൻസിൽ की नोक रगड़कर बुरे नियमों को तोड़ देंगे. അവര് നല്ല ഭംഗിയുള്ള നല്ല നീറ്റായിട്ടുള്ള ചുമരുകളിൽ പെൻസിൽ മുന കൊണ്ട് എന്ത് ചെയ്യും, അവര് നിയമം അവരെന്ത് ചെയ്യും, അവർ പൊട്ടിക്കും. ദെൻ വെ ഹർ ജീവ് ജന്തു സെ ബാത് കരേംഗെ और പ്രകൃതി के साथ जीना शुरू करेंगे. അവരെല്ലാ ജീവജാലങ്ങളോട് സംസാരിക്കും, അവരെന്ത് ചെയ്യും, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കും. देन एक दिन हमारे बच्चे युद्धक टैंकों में भालू भर देंगे देन बंदूकों को जमीन में दबा देंगे और सड़कों पर पानी बहा देंगे. എന്ത് ചെയ്യും, അവരെ യുദ്ധ ടാങ്കുകളിൽ മണൽ വാരിയിടും. അതുപോലെ അവരെന്ത് ചെയ്യും, തോക്കുകൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടും. അതായത് അവർ യുദ്ധത്തിനെതിരായിട്ട് അവര് പ്രവർത്തിക്കാൻ തുടങ്ങും. इसका
अर्थ है कि എന്താണ് അർത്ഥമാക്കുന്നത്? ഏക് ദിൻ യുദ്ധ സമാപ്ത് കർനെ കി കോശിഷ് കരേംഗെ. ഒരു ദിവസം അവർ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. ജിനെ നഫ്രത്ത് കർന സിഖായ ഗയാ ഹേ വേ പ്യാർ കർന സീഖേംഗെ. എന്താണ്? ആരെയാണോ നിങ്ങൾ വെറുക്കാൻ പഠിപ്പിച്ചത് അവരെന്ത് ചെയ്യും? അവർ സ്നേഹിക്കും. വേ അപ്നെ സുരക്ഷിത ഗരോം സെ ബാഹർ നിക്കൽ കർ പ്രകൃതി की गोद में घोंसले बनाएंगे और उसके साथ मिलकर जीवन जीना चाहेंगे. അവരവരുടെ സേഫ് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ എന്ത് ചെയ്യും? അവർ ഇഷ്ടപ്പെടും, അവർ ആഗ്രഹിക്കും. സാമാജിക ദൃഷ്ടികോൺ സെ യേ കവിത ബിൽക്കുൽ പ്രാസംഗിക ഹേ. ഇത് പഠിക്കുക, 4 മാർക്കിന്റെ ആശയമാണ്. അടുത്തത് കേശവിന്റെ ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് പ്രതീക്ഷിക്കാവുന്നത് ആരുടെയാണ്? കേശവിൻ്റെതാണ്. നോക്കിക്കോളൂ. കേശവ് ഏക് സമജ്ദാർ, जिम्मेदार और संवेदनशील लड़का है. वह न केवल खेल में अच्छा है. അപ്പം എന്താണ്? അവരെന്താണ്? നല്ല സംവേദനശീലമുള്ള, അതായത് നല്ല ആഗ്രഹങ്ങൾ, അതുപോലെ നല്ല സ്വഭാവമുള്ള, അതുപോലെ എന്താണ് ഉത്തരവാദിത്ത ബോധമൊക്കെയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവൻ എന്താ കേവലം ഒരു കളിക്കാരൻ മാത്രമല്ല. ജബ് ക്രിക്കറ്റ് ടീമിലെ ഖിലാഡിക്ക് കമി ഹോത്തി ഹെ, ഒരു കളിക്കാരന്റെ കുറവ് വന്നാൽ तो उसकी जगह लेने के लिए उसे बुलाया जाता है. അവനെ വിളിക്കും. इससे पता चलता है कि केशव पर सबको भरोसा है. गांव पहुंचने पर शुरू में वह थोड़ा घबरा जाता है. അപ്പൊ എന്താണ്? എല്ലാവർക്കും അവനോട് നന്മയാണല്ലേ, കാരണം അവരെല്ലാവരോടും എന്താണ്? നല്ല രീതിയിലാണ് പെരുമാറുന്നത്. उसके व्यवहार में विनम्रता और दूसरों के प्रति सम्मान की भावना दिखाई देती है. മറ്റുള്ളവരോട് എന്താണ്? ദയയിലും വിനയത്തിലൊക്കെയാണ് അവൻ മറ്റുള്ളവരോട് പെരുമാറുന്നത്. गांव के लड़के की सहायता करते समय उनके सहजीवी प्रेम भी हम समझते हैं. ഗ്രാമത്തിലെ കുട്ടികളോടൊക്കെ പെരുമാറുന്ന അതൊക്കെ കാണുമ്പോൾ, അവരൊക്കെ സഹായിക്കുന്നത് കാണുമ്പോൾ അവന് സഹജീവികളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. यह दूसरों की भावनाओं को समझता है और सबके साथ अच्छा व्यवहार करता है. നല്ല രീതിയിൽ വ്യവഹാർ പെരുമാറും, നല്ല രീതിയിൽ അവൻ പെരുമാറുന്നത്. वो अपने स्वभाव और सरकारों से भी सभी का दिल जीत लेता है. അവന്റെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും പലരുടെയും മനസ്സിൽ അവന് എന്ത് ചെയ്തു? വിജയിച്ചു കഴിഞ്ഞു. वह एक प्रेरणादायक पात्र है. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് വയ്ക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം. ക്യാപ്റ്റൻ കേശവിന് ഒരു ലെറ്റർ എഴുതും. ക്യാപ്റ്റൻ കേശവിന് ഒരു ലെറ്റർ എഴുതും. തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ് കേട്ടോ, പഠിച്ചു വെക്കണേ. നോക്കിക്കേ, പ്രിയമിത്ര, സ്ഥാൻ താരിഖ് കൊടുക്കുന്നു. പ്രിയമിത്ര, കേശവ് തും कैसे हो? ठीक है ना? केशव, हम सब तुम्हारी तबीयत जल्दी ठीक होने के लिए प्रार्थना में है. ഞങ്ങൾ എല്ലാവരും നിന്റെ ആരോഗ്യം ഓക്കെ ആവാനുള്ള പ്രാർത്ഥനയിലാണ്. उस दिन जब तुम छत से गेंद लाए तब से तुम ഹീറോ ബൻ ഗേ. നീ എപ്പോഴാണോ ആ ടെറസിന്റെ മുകളിലേക്ക് കയറിയത്, വീണത്, അന്ന് മുതൽ എന്താണ്? നീ ഞങ്ങളുടെ ഹീറോ ആണ്. जब तुम गिर पड़े मिले, നീ ആ വീണ സമയത്ത് तब हम सच में डर गए, ഞങ്ങൾ വല്ലാതെ പേടിച്ചു. गलती हमारी है, തെറ്റ് ഞങ്ങളുടേതാണ്. अब तुम्हारे बिना हमारा गेल अच्छा नहीं रहा, നീ ഇല്ലാതെ ഞങ്ങളുടെ കളി ശരിയാവുന്നില്ല. തബിയത്ത് ठीक होकर जल्दी वापस आना. നിന്റെ ആരോഗ്യം നന്നായാൽ എന്ത് ചെയ്യുക? നീ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരണം. और हमारा साथ खेलना, ഞങ്ങളുടെ കൂടെ കളിക്കണം. മാം ബാപ് സെ ഹമാരാ പ്യാർ കഹന, അമ്മയോടും അച്ഛനോടും പറയണം എന്ത്? സ്നേഹം, ഞങ്ങളുടെ അന്വേഷണം പറയണം. തുമാരാ, ഇവിടെ അഡ്രസ്സ് ഇട്ടോ, ഫ്രം അഡ്രസ്സ് തുമാരാ മിത്ര നാം ഹസ്താക്ഷർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഒരു വരയ്ക്കുക. എന്നിട്ട് സേവാമേ നാം പദം ഒന്നുകൂടി എഴുതി തരാം. സേവാമേ നാം പദം. ഓക്കെ, യെസ്. അപ്പം ഇത് തീർച്ചയായിട്ടും പഠിക്കുന്ന ആളുകൾക്ക് 25-ൽ കൂടുതൽ മാർക്ക് ഷുവർ ആണ്. നിങ്ങൾക്ക് കൂട്ടി നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് പഠിക്കണം. ഇത് പഠിക്കാതെ പോകരുത്. ഓരോ ചാപ്റ്ററിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഇത് പഠിച്ചു വയ്ക്കാം. അപ്പം എക്സാം നാളെയാണ്. അപ്പം ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് നിങ്ങൾക്ക് മാർക്ക് സെറ്റ് ആക്കാൻ. ഇത് ഇന്ന് കറക്റ്റ് 5 മണിക്ക് മിസ് ലൈവ് വരുന്നുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിനെ കൂടി നിങ്ങൾ ആ ലൈവിൽ വരാം. ലൈവിൽ നമുക്ക് തകർക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഈ ചാനലിൽ വന്നിട്ടുണ്ട്, ഷോർട്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.